Okay. The elevation of boiling point method is used for the determination of molecular weight of option A, volatile and soluble solute. Option B, non-volatile and soluble solute. Option C, volatile and insoluble solute. And option D, non-volatile and insoluble solute. Volatile എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ? വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ വേപ്പറൈസ് ചെയ്യുന്ന, വേഗം വേപ്പറൈസ് ചെയ്യണ സൊല്യൂട്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏത് ആൻസർ ആണ് കറക്റ്റ്? The elevation in boiling point method is used for the determination of molecular weight of. ഇതില് എന്താണ് ആൻസർ വരിക? വോളറ്റൈൽ ആൻഡ് സോലുബിൾ സൊല്യൂട്ട് ആണോ? നോൺ വോളറ്റൈൽ എന്താ? വേപ്പറൈസ് ചെയ്യാത്ത സൊല്യൂട്ട്. നമ്മുടെ ഗ്ലൂക്കോസ് ഒക്കെ നോൺ വോളറ്റൈൽ എക്സാമ്പിളാ. പിന്നെ വോളറ്റൈൽ ആൻഡ് ഇൻസോലുബിൾ സൊല്യൂട്ട് ആൻഡ് നോൺ വോളറ്റൈൽ ആൻഡ് ഇൻസോലുബിൾ സൊല്യൂട്ട്. ഇതിന്റെ ആൻസർ എന്താണ്? നിങ്ങൾ ആരെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. ഐ മീൻ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പൊ ഇത് നമ്മൾ ഈസി ആയിട്ട് എങ്ങനെയാ ടാക്കിൾ ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ഡെഫിനിഷൻ പറഞ്ഞപ്പോ ഓർക്കണം, നമ്മുടെ വേപ്പർ പ്രഷറിന്റെ കാര്യം പറഞ്ഞപ്പോ വി ഹാവ് എ ക്ലോസ്ഡ് കണ്ടെയ്നർ, പ്യുവർ സോൾവെന്റ് ഉണ്ട്, ദർ ആർ സം സൊല്യൂട്ട് മോളിക്യൂൾസ് അല്ലേ? ഇനി നമ്മുടെ സോൾവെന്റ് വേപ്പറൈസ് ചെയ്യണു, സോൾവെന്റ് എക്സേർട്ട് ചെയ്യണ വേപ്പർ പ്രഷർ ഈക്വൽസ് ടു എക്സ്റ്റേണൽ പ്രഷർ ആകുമ്പോഴാണ് ബോയിലിംഗ് പോയിന്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോഴൊന്നും നമ്മൾ സൊല്യൂട്ട് വേപ്പറൈസ് ചെയ്യണ കാര്യം പറഞ്ഞിട്ടില്ല അല്ലേ? സൊല്യൂട്ട് വേപ്പറൈസ് ചെയ്യണ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. അതായത് നമ്മുടെ റോൾസ് ലോ ഒക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനാണ്. അതായത് ഈ സൊല്യൂട്ടും കൂടി വേപ്പറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂട്ടും വേപ്പർ പ്രഷർ കാണിക്കും അല്ലേ? സൊല്യൂട്ടും വേപ്പർ പ്രഷർ കാണിക്കും. നമ്മൾ KB വാല്യൂ ഒക്കെ നമ്മൾ സോൾവെന്റ് ഡിപ്പെൻഡന്റ് ആയിരുന്നു. നമ്മൾ സൊല്യൂട്ടിനെ എവിടെയും കൺസിഡർ ചെയ്തിട്ടില്ല KB വാല്യൂലൊന്നും. അതായത് നമ്മുടെ ഇക്വേഷൻസിലൊന്നും സൊല്യൂട്ടിനെ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സൊല്യൂട്ട് ഇൻവോൾവ് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ഈ തിയറി ഫുൾ ആയിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോ ഈ മെത്തേഡ് എന്താണ്? നോൺ വോളറ്റൈൽ സൊല്യൂട്ട്, പക്ഷെ അവര് സോലുബിൾ ആയിരിക്കണം അല്ലെ? സോലുബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള കേസിൽ മാത്രമാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ ആൻസർ എന്താണ്? പി ആണ്. ഇത് ക്ലിയർ ആയോ? ഓക്കെ, എന്നാ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക്കാണ്, നമ്മൾ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പറഞ്ഞായിരുന്നു അല്ലേ? ഇനി നെക്സ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാണ്? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അപ്പൊ ഇവിടെ നമ്മൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് പറഞ്ഞപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ബോയിലിംഗ് പോയിന്റിന്റെ ഡെഫിനിഷൻ ആയിരുന്നു അല്ലേ? അപ്പൊ ഇവിടെയും ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യമായിട്ടുള്ളത് എന്താണ്? ഫ്രീസിംഗ് പോയിന്റിന്റെ ഡെഫിനിഷൻ. ഫ്രീസിംഗ് പോയിന്റിന്റെ ഡെഫിനിഷൻ എന്താണ്? ടെമ്പറേച്ചർ അറ്റ് വിച്ച് the vapor pressure of solid becomes equal to the vapor pressure of liquid is called the freezing point, or freezing point of a liquid
ഓർ നമുക്ക് അത് തന്നെ എന്ത് പറയാം, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് a solid. ഓക്കെ, അപ്പോ എന്താണ് പറഞ്ഞത്? നമുക്ക് കൺസിഡർ ചെയ്യാം ഒരു സോളിഡ് ഉണ്ട്. ഒരു സോളിഡ് ഉണ്ട് ഇവിടെ. ആ സോളിഡിന്റെ വേപ്പറുമായിട്ട് ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു കണ്ടെയ്നർ ഉണ്ട്, ഒരു സോളിഡ് ഉണ്ട്, ആ സോളിഡിന്റെ വേപ്പേഴ്സ് ആണിത്. ഇനി എനിക്ക് വേറൊരു ലിക്വിഡ് ഉണ്ട്. ഒരു ലിക്വിഡ് ഉണ്ട്, ലിക്വിഡിനും കുറെ വേപ്പർ ഉണ്ട്, ലിക്വിഡിനും വേപ്പർ ഉണ്ട്. അപ്പോ ഇത് രണ്ടും സെയിം സബ്സ്റ്റൻസ്, അതായത് വാട്ടർ ആണെന്ന് വിചാരിക്കുക. ഇത് ഐസ് ആണ്, ഇതിന്റെ വാട്ടർ ആണ്, വാട്ടറിന്റെ വേപ്പർ പ്രഷർ ആണ്. ഇതും സോളിഡിൽ ഉണ്ടാവണ വേപ്പർ. അപ്പൊ ഫ്രീസിംഗ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേപ്പർ എക്സേർട്ട് ചെയ്യണ പ്രഷർ, ഈ വേപ്പർ അതായത് സോളിഡിന്റെ വേപ്പർ എക്സേർട്ട് ചെയ്യണ പ്രഷർ ഇസ് ഈക്വൽ ടു ദ വേപ്പർ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ലിക്വിഡ്. ഈ ലിക്വിഡും എക്സേർട്ട് ചെയ്യണ വേപ്പർ പ്രഷറും സെയിം ആവുന്ന ആ ഇൻസ്റ്റൻസിനാണ് എന്ത് സംഭവിക്കുന്നത്, ഫ്രീസിംഗ് പോയിന്റ് അഥവാ ഫ്രീസിംഗ് നടക്കുന്നത്, അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സോളിഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ലിക്വിഡ് എന്ന് പറയാം. ഇനി ഇത് നമ്മൾ ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വേപ്പർ പ്രഷർ, ഇവിടെ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഇതെന്റെ സോളിഡ് ആണ്, ഇതെന്റെ ലിക്വിഡ് ആണ്, ഇതെന്റെ സോളിഡ്, ഇത് ലിക്വിഡ്, ഇതെന്റെ സൊല്യൂഷൻ ആണ്. അപ്പോ ലിക്വിഡിന്റെ കേസിൽ ഫ്രീസിംഗ് പോയിന്റ് ഇത് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ വരേണ്ടത്. ഇതാണ് എൻ്റെ TF എങ്കിൽ സൊല്യൂഷന്റെ കേസിൽ ഇതാണ് എൻ്റെ TF. ഇതെന്റെ സൊല്യൂഷൻ, ഇതെന്റെ പ്യൂർ സോളിഡ്. ഓക്കെ, ഇനി ഇത് നമുക്ക് എങ്ങനെ അല്ലാത്ത രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നോക്കാട്ടോ. അറ്റ് ദ ഫ്രീസിംഗ് പോയിന്റ് നമുക്കറിയാം എന്താ സംഭവിച്ചത്, വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് ഈക്വൽ ടു വേപ്പർ പ്രഷർ ഓഫ് സോളിഡ് അല്ലേ. അറ്റ് ദ ഫ്രീസിംഗ് പോയിന്റ് the vapor pressure of solid and liquid is equal. ഇനി നമ്മൾ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് is dissolved in the solvent. അപ്പോ when a non volatile solute is dissolved in a solvent, നമുക്ക് എന്താ സംഭവിക്കാൻ നോക്കാം. When a non-volatile solute is dissolved in a solvent, ഞാൻ എൻ്റെ ഒരു കണ്ടെയ്നർ എടുത്തു, ഇത് ക്ലോസ്ഡ് ആണ്, ഒരു സോൾവെന്റ് ഉണ്ട്, ഇതിൽ എൻ്റെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തു. In the solvent, the vapor pressure of solvent in the solution decreases. നമുക്കറിയാം അല്ലേ, solvent in the solution decreases. അതായത് ഇവിടെ ഓൾറെഡി ഇങ്ങനെ കുറെ വേപ്പേഴ്സ് ഉണ്ടായിരുന്നു, സൊല്യൂട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് ഹിൻഡേർഡ് ആകും. അപ്പോൾ വേപ്പർ പ്രഷർ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ദിസ് മീൻസ് ദാറ്റ് വേപ്പർ പ്രഷർ ഓഫ് സോളിഡ് ആൻഡ് ലിക്വിഡ് സോൾവെന്റ് will become equal at a lower temperature. അതായത് ഇവിടെ ഓൾറെഡി ഇപ്പൊ വേപ്പർ പ്രഷർ എന്ത് ചെയ്തു, കുറഞ്ഞു അല്ലേ. ഇനി സോളിഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ സോളിഡിന്
പൊതുവെ എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി ലിക്വിഡിനെ സംബന്ധിച്ച് വേപ്പറിന്റെ എമൗണ്ട് കുറവായിരിക്കും അല്ലെ. അപ്പോ ഇവിടെ ഇപ്പം ഒരു പർട്ടിക്കുലർ വേപ്പർ പ്രഷർ ഉണ്ട്. ഇവിടെ ഇപ്പൊ ഓൾറെഡി എക്സേർട്ട് ചെയ്യണ വേപ്പർ പ്രഷർ കുറവാണ് അല്ലെ, കുറഞ്ഞു. അപ്പോ എന്താണ്, ഒരു ലോവർ ടെമ്പറേച്ചറിൽ തന്നെ എന്ത് സംഭവിക്കും, ഈ സോളിഡിന്റെ വേപ്പർ പ്രഷർ ബിക്കംസ് ഈക്വൽ ടു എന്താ, ഇതിന്റെ വേപ്പർ പ്രഷർ. കാരണം എന്താ, ഇവിടെ വേപ്പർ പ്രഷർ കുറഞ്ഞു. ഇവിടെ ഓൾറെഡി നമ്മൾ സോളിഡിന് കമ്പാരിറ്റീവ്ലി എന്താണ് വേപ്പർ പ്രഷർ കുറവായിരിക്കും. അപ്പോ ഈ കുറഞ്ഞ വേപ്പർ പ്രഷർ, അതായത് ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ ഈ വേപ്പർ പ്രഷർ ഓൾറെഡി കുറഞ്ഞത് കാരണം സോളിഡിന്റെ വേപ്പർ പ്രഷറും ലിക്വിഡിന്റെ വേപ്പർ പ്രഷറും സെയിം ആവാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താണ്, ഫ്രീസിംഗ് പോയിന്റ് കുറയും at a lower temperature. That is, freezing point of solvent in a solution is lower than that of the pure solvent. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോ അങ്ങനെയാണ് നമ്മുടെ ലോവറിംഗ് ഓഫ് എന്ത് സംഭവിക്കുന്നത്, ഫ്രീസിംഗ് പോയിന്റ് സംഭവിക്കുന്നത്. ലോവറിംഗ് ഓഫ് ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ ഡെൽറ്റ ടി എഫ് എടുത്തു കഴിഞ്ഞാൽ ഹയർ ടെമ്പറേച്ചർ ഏതിനാണ്, നമ്മുടെ പ്യുവർ സോൾവെന്റിനാണ് അല്ലെ. അപ്പൊ ടി എഫ് 0 മൈനസ് ടി എഫ് സൊല്യൂഷൻ ആയിരിക്കും. മറ്റേ കേസിൽ ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് എന്താണ്, ഹയർ ടെമ്പറേച്ചർ ഏതിനായിരുന്നു, സൊല്യൂഷൻ ആയിരുന്നു, മൈനസ് ഇങ്ങനെയായിരുന്നു. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഇനി നമ്മുടെ ഇതിനും ഇക്വേഷൻസ് വളരെ സിമിലർ ആണ്. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് മൾട്ടിപ്ലൈഡ് ബൈ മൊളാലിറ്റി. അഗെയിൻ ഇത് മൊളാലിറ്റി ആണ്, തിരിഞ്ഞു പോകരുത്. അപ്പൊ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു ഐ എന്താണ്, വാണ്ട് ഓഫ് ഫാക്ടർ ആണ്. കെ എഫ് എന്താണ്, കെ എഫിനെയാണ് നമ്മൾ മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് പറയണേ. ഈ കെ എഫും കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ഓൺ സോൾവെന്റ് ആണ്. ഇതിന് വേറൊരു പേര് പറയും കേട്ടോ, ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നും പറയും. ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി കെ എഫിന്റെ ഇക്വേഷൻ ആണ് ഈക്വൽ ടു ആർ ടി എഫ് സ്ക്വയർ into molar mass divided by 1000 into delta H fusion. ഇനി ഇതിനെ നമ്മൾ മാറ്റി എഴുതിയാൽ 1000 multiplied by delta H fusion divided by molar mass. ഇതെന്താണ്, R TF square divided by 1000 multiplied by latent heat of fusion. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫ്രീസിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ ഏതിനെയാണ് റെഫർ ചെയ്യുന്നത്, നമ്മുടെ സോൾവെന്റിന്റെ ഫ്രീസിംഗ് ആണ് നടക്കുന്നത്. സോൾവെന്റ് ഇസ് ദ വൺ ദാറ്റ് ഫ്രീസ്. നമ്മൾ സൊല്യൂട്ടിന്റെ കാര്യം പറയുന്നില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത്രയും ക്ലിയർ അല്ലേ? നമ്മുടെ ഡെൽറ്റ ടി ബി പോലെ തന്നെയാണ് ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു മൊളാലിറ്റി. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതൊന്ന് ശ്രദ്ധിക്കണം. എന്താണ്, ടി എഫ് 0 മൈനസ് ടി എഫ് എസ് ആണ് ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടണം. അവിടെ നമ്മൾ ഒരു മൈനസ്, ഇവിടെ മൈനസ് ഇട്ട് കൊടുത്താലും മതി, നിങ്ങൾക്ക് തിരിച്ചാലോചിക്കാനാണ് ഈസിയെങ്കിൽ. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. PtCl4 6H2O can exist as a hydrated complex
1 molar aqueous solution has depression in freezing point of 3.72 degree. Assume 100% ionization and Kf of water is equal to 1.86 per mole kilogram. Then the complex is. That's the question. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ PtH2O6 Cl, PtH2O4 Cl2, Cl2.2H2O, PtH2O3 Cl3, Cl.3H2O, and D, PtH2O twice Cl4.4H2O. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? നമുക്ക് തന്നിട്ടുണ്ട് PtCl4 6H2O ഒരു ഹൈഡ്രേറ്റഡ് കോംപ്ലക്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ 1 മോളാർ അക്വസ് സൊല്യൂഷന് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, അതായത് ഡെൽറ്റ TF എന്താണ് തന്നിട്ടുണ്ട്? 3.72 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അസ്യൂം 100% അയണൈസേഷൻ, അപ്പൊ ആൽഫ എന്താണ്? 1 ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് KFന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോംപ്ലക്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? N വാല്യൂ ആണ് അറിയേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഒരു കാര്യം അറിയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൈഡ്രേറ്റഡ് കോംപ്ലക്സിലെ 2H2O 3H2O 4H2O ഇതിനൊന്നും നമ്മൾ അയണൈസേഷൻ ആയിട്ട്, അതായത് അയണൈസേഷനും സൊല്യൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. അതായത് 2H2O എന്ന് പറയുന്നത് ഇത് സ്പ്ലിറ്റ് ചെയ്ത 2 വാട്ടർ മോളിക്യൂൾസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ട് ഓഫ് സോൾവെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ആണ്. വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് it is not considered as solute. It is not considered as solute, പക്ഷേ considered as part of solvent. Okay. അപ്പൊ അതാണ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം. അപ്പൊ നമുക്ക് N വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. N വാല്യൂ കണ്ടുപിടിച്ച് ഇത് എത്രയായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യണമെന്ന് നോക്കണം. അപ്പൊ നമുക്ക് N വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാം കേട്ടോ ഫസ്റ്റ്. അപ്പൊ I is equal to 1 ആണെന്ന് നമുക്കറിയാം. എന്ന് പറയുന്നത് എന്താ? 1 plus N-1 into ആൽഫയാണ്. ആൽഫ 1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 1 plus N-1. അപ്പോൾ I is equal to N ആണ്. ഓൾ റൈറ്റ്. ഇനി നമുക്ക് N കണ്ടുപിടിക്കാം. എന്താണ് N? ഡെൽറ്റ TF is equal to I into KV. അപ്പൊ Iക്ക് പകരം നമുക്ക് N എന്ന് കൊടുക്കാം. into KF into molality. അപ്പൊ N is equal to delta TF divided by KF into molality ആയിരിക്കും അല്ലേ? അപ്പൊ delta TF എന്താണ്? 3.72 ആണ്. KF എന്താണ്? KF എന്തെന്ന് തന്നിട്ടുണ്ട്? 1.86 എന്ന് തന്നിട്ടുണ്ട്. മൾട്ടിപ്ലൈഡ് ബൈ മോളാലിറ്റി എന്താ? 1 മോളാൽ സൊല്യൂഷൻ ആണ്. ഓക്കെ. 3.72 ഡിവൈഡഡ് ബൈ 1.86 ആണ് നമ്മുടെ N വാല്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ എന്താ കിട്ടണേ? ആരെങ്കിലും ചെയ്ത് നോക്കിയോ? ഇതിന്റെ N വാല്യൂ എന്തെന്ന് കിട്ടും? നമുക്ക് 2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്നത് എന്തായിട്ടാണ്? 2 ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോന്നിന്റെയും N വാല്യൂ നോക്കാം. അപ്പൊ ഈ ഫസ്റ്റ് എ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇതിന്റെ N വാല്യൂ 2 ആണ്. പക്ഷെ ഈ ആൻസർ കറക്റ്റ് ആയിരിക്കുമോ? ഇവിടെ നമ്മൾക്ക് തന്നിട്ടുണ്ട് ഇൻ ദ ക്വസ്റ്റ്യൻ എന്താ? PtCl4 6H2O എന്നാണ് അല്ലേ?
ഇതിൽ എത്ര ക്ലോറിൻ ഉണ്ട്? ആകെ ഒരു ക്ലോറിനേ ഉള്ളൂ. അപ്പൊ ഈ ആൻസർ വരുമോ? ഇല്ല. അപ്പൊ ഈ ആൻസർ തെറ്റാണ്. ഇനി ഇതൊരു കോംപ്ലക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണു, 2 Cl- ഫോം ചെയ്യും അല്ലെ? അപ്പൊ Cl- എത്രയായിട്ട് ഫോം ചെയ്യും? 2. ഈ കോംപ്ലക്സ് എന്താണ്? 1 ആയിട്ട് നിൽക്കും. അപ്പൊ ഇവിടെ നമ്മുടെ എൻ വാല്യൂ എന്താണ്? 1 + 2 3 ആണ്. ഇവിടെയോ? ഇതൊരൊറ്റ കോംപ്ലക്സ് ആയിട്ട് നിൽക്കും. ഇവിടെ ഒരു Cl ഉണ്ട് അല്ലെ? അപ്പോ ഇവിടെ ഇതൊരു കോംപ്ലക്സ് ആയിട്ട് നിൽക്കണു. അപ്പൊ n = എന്താണ്? 2 ആണ്. ഇതിന്റെ കേസിലോ ഇത് ഒറ്റ കോംപ്ലക്സ് ആയിട്ട് നിൽക്കും. വാട്ടർ നമ്മൾ കൺസിഡർ ചെയ്യോ? ഇല്ല. അപ്പൊ ഇതെന്താ? n = 1 ആണ്. അപ്പൊ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. എന്തുകൊണ്ടാ? നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് മാച്ച് ആവുന്നുണ്ടോന്നും നമ്മൾ നോക്കണം കേട്ടോ. അതായത് 4 ക്ലോറിൻ ഉണ്ട്, അതുപോലെ സ്പ്ലിറ്റ് ആയി 2 പാർട്ടിക്കിൾ ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ n = 2 എന്ന് കിട്ടും. ഇത് ക്ലിയർ ആയോ? ഓക്കെ. ഇനി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ഒരു 2021 ഗേറ്റിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഓപ്ഷൻസ് ഇല്ല കേട്ടോ. നമ്മൾ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. എ ഡയലൂട്ട് സൊല്യൂഷൻ prepared by dissolving a non-volatile. കണ്ടോ, ഇവിടെ ഓൾറെഡി ഒരു നോൺ വോളറ്റൈൽ തന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനാണ് ആപ്ലിക്കബിൾ. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇൻ 1 liter water shows a depression in freezing point of 0.186 Kelvin. This solute neither dissociate nor associate. അപ്പൊ തന്നെ നമ്മൾ എന്താ ആലോചിക്കേണ്ട? ഐ വാല്യൂ 1 ആയിരിക്കും. ഇൻ വാട്ടർ the boiling point of solution is. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ്? A dilute solution is prepared by dissolving a non-volatile solute in 1 liter water shows a depression in freezing point of 0.186. This solute neither dissociate nor associate. അങ്ങനെയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ആണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന്. ഇത് കൂടാതെ നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് വാല്യൂസ് ആണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ 373.15 കെൽവിൻ. KF എന്ന് പറയുന്നത് 1.86 കെൽവിൻ per mole കിലോഗ്രാം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. അതായത് KB ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, പക്ഷെ തന്നിരിക്കുന്ന എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നാണ്. അതെന്ന് പറയുന്നത് 0.51 കെൽവിൻ മോൾ പെർ മോൾ കിലോഗ്രാം. ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് തന്നേക്കണം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? TB ഓഫ് സൊല്യൂഷൻ. TB ഓഫ് സൊല്യൂഷൻ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്കറിയാം ΔTF നമുക്ക് തന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാ ചെയ്യണത്? ഇത് വളരെ സിമ്പിൾ അല്ലേ? നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. അപ്പൊ ΔTF എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു I × KF × മൊളാലിറ്റി ആണ്. അപ്പൊ ഐ വാല്യൂ എന്താ? ഐ വാല്യൂ ഇസ് ഈക്വൽ ടു 1. അതായത് നെയ്തർ ഡിസോസിയേറ്റ് നോർ അസോസിയേറ്റ്. അപ്പൊ ഐ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. KF തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മൊളാലിറ്റി ആണ്. ഇവിടെ മൊളാലിറ്റി ഇവിടുന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ മൊളാലിറ്റി യൂസ് ചെയ്ത് ΔTBയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ കിട്ടും.
അപ്പൊ എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഡെൽറ്റ ടി എഫ് എന്താണെന്ന് തന്നിട്ടുണ്ട് 0.186. അപ്പൊ 0.186 ഇസ് ഈക്വൽ ടു ഐ വാല്യൂ 1 ആണ്. കെ എഫ് എന്താണ്? ഇൻറ്റു 1.86 മൾട്ടിപ്ലൈഡ് ബൈ മൊളാലിറ്റി. മൊളാലിറ്റി നമുക്ക് എന്തെന്ന് കിട്ടി? 0.186 ഡിവൈഡഡ് ബൈ 1.86 എന്ന് പറയുന്നത് എന്താ? 0.1 മോളാർ. അപ്പൊ നമുക്ക് മൊളാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി നമുക്ക് ഡെൽറ്റ ടി ബി ആണ് കണ്ടുപിടിക്കുന്നത്. ഡെൽറ്റ ടി ബി എന്താണ്? ഐ ഇൻറ്റു കെ ബി ഇൻറ്റു മൊളാലിറ്റി അല്ലേ? ഐ ഇൻറ്റു കെ ബി ഇൻറ്റു മൊളാലിറ്റി. അപ്പൊ മൊളാലിറ്റി നമുക്ക് കിട്ടി. ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു ഐ എന്താ 1 ആണ്, മൾട്ടിപ്ലൈഡ് ബൈ കെ ബി എന്താ 0.51 ആണ്, മൾട്ടിപ്ലൈഡ് ബൈ മൊളാലിറ്റി 0.1. നമുക്ക് ഡെൽറ്റ ടി ബി ഇതിൽ നിന്ന് കിട്ടും. എന്ത് കിട്ടും? 0.051 എന്ന് കിട്ടും. ഓക്കെ. ഇനി ഡെൽറ്റ ടി ബി എന്താണ്? ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് ടി ബി ഓഫ് സൊല്യൂഷൻ മൈനസ് ടി ബി ഓഫ് പ്യുവർ സോൾവെന്റ് ആണ്. കാരണം എന്താ? സോറി, പ്യുവർ സോൾവെന്റ് എന്ന് പറയുമ്പോൾ 0. കാരണം എന്താ? ദർ ഇസ് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണല്ലേ. ഇനി ടി ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടി ബി വിച്ച് ഇസ് ഈക്വൽ ടു 0.051. ടി ബി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 0.051 പ്ലസ് ടി ബി ഓഫ് പ്യുവർ സോൾവെന്റ്. This is equal to 0.051 plus 373.15. ഇതിന്റെ ആൻസർ എന്താണ്? This is equal to 373.201 Kelvin. ഇത് ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് 2021 ഗേറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യണോ അതോ അടുത്ത ടോപ്പിക്കിലേക്ക് പോകണോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഹൗ മെനി moles of sucrose should be dissolved in 500 gram of water so as to get a solution which has a difference of 104 degrees Celsius between boiling point and freezing point. Kf തന്നിട്ടുണ്ട് is equal to 1.86 Kelvin kilogram per mole. Kp തന്നിട്ടുണ്ട് 0.52 Kelvin kilogram per mole. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എത്ര മോൾസ് ഓഫ് സൂക്രോസ് ആണ് ഡിസോൾവ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ നമുക്കറിയാം വാട്ടറിന്റെ ടി എഫ്, ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് ടി ബി എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോ പിന്നെ അവർ തന്നിരിക്കുന്നത് എന്താ? നമ്മുടെ സൊല്യൂഷന്റെ കേസിൽ the difference of boiling point and freezing point is 104 degree Celsius. അതായത് നമ്മുടെ ടി ബി എസ് മൈനസ് ടി എഫ്
സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 104 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇനി നമുക്ക് ഡെൽറ്റ ടി എഫിന്റെ ഫോമിലാണ് ഈ സാധനങ്ങളൊക്കെ വേണ്ടത് അല്ലേ? അപ്പൊ കൺസിഡർ ദിസ്, നമുക്ക് ഡെൽറ്റ ടി ബി എന്താണെന്ന് അറിയാം. ടി ബി എസ് മൈനസ് ടി ബി 0 ആണ്. ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് ടി എഫ് എസ് മൈനസ് ടി എഫ് 0 ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ട് ഫോമിലാണ് എന്ത് വേണ്ടത്? നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്തെടുക്കേണ്ടത്. കാരണം ആ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്താ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇവിടെ ടി ബി മൈനസ് ടി എഫ് ഇസ് ഈക്വൽ ടു 100 എന്ന് നമുക്കറിയാം അല്ലെ? 100 മൈനസ് 0 ഇത് മറ്റൊരു ഇക്വേഷൻ. നമുക്ക് ഇങ്ങനെ രണ്ട് ടേം കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇത് ടി ബി മൈനസ് ഇത് വരണം, അതായത് ഇക്വേഷൻ മൈനസ് ചെയ്യണം. പിന്നെ ടി എഫ് എസ് മൈനസ് ടി എഫ് 0 എന്നൊരു ഫോമും വരണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻ 2 മൈനസ്, അതായത് ഇക്വേഷൻ 2 ഇതാണ്, ഇക്വേഷൻ 1 ഇതാണ്, സോറി ഇത് ഇക്വേഷൻ 2 ഇത് ഇക്വേഷൻ 1 ആണെങ്കിൽ ഇക്വേഷൻ 2 മൈനസ് 1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടി ബി എസ് മൈനസ് ടി ബി ടി ബി മൈനസ് ടി എഫ് എസ് പ്ലസ് ടി എഫ് ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും അല്ലേ? അപ്പൊ ഇതിന് നമുക്ക് ഡെൽറ്റ ടി ബി മൈനസ് ഡെൽറ്റ ടി എഫ് എന്ന് എഴുതിക്കൂടെ? ദിസ് ഇസ് ഈക്വൽ ടു 4. കാരണം ഇതെന്താ? ഇത് മൈനസ് ഓഫ് മൈനസ് എന്ന് വരും അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഐ ഇൻറ്റു മൊളാലിറ്റി എം ഇൻറ്റു കെ വി മൈനസ് ഐ ഇൻറ്റു മൊളാലിറ്റി എം ഇൻറ്റു കെ എഫ് ഇസ് ഈക്വൽ ടു 4. ഐയും എമ്മും സെയിം ആണ് അല്ലേ? ഒരു മിനിറ്റ്, എന്തോ ഒരു ചെറിയ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. മൈനസ് ടി എഫ് എസ്, ഓക്കെ, ഇതിന്റെ മൈനസ് ഓഫ് മൈനസ് ആ വേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ മൈനസ് ഓഫ് മൈനസ് ഡെൽറ്റ ടി എഫ് എന്നാ വരിക. അപ്പോ ഇവിടെ ആക്ച്വലി പ്ലസ് എന്ന് വരും. ഓക്കെ, അപ്പൊ ഐ ഇൻറ്റു എം ഇൻറ്റു കെ ബി എന്താണ്? 0.52 ആണ്, പ്ലസ് കെ എഫ് എന്താണ്? 1.86 is equal to 4. പിന്നെ ഐ എന്താ? ഇത് സൂക്രോസ് ആണ്. അപ്പൊ ഐ ഓഫ് സൂക്രോസ് എന്താണ്? 1 ആണ്. അപ്പോ നമുക്ക് കിട്ടും 2.38 ഇൻറ്റു മൊളാലിറ്റി എന്ന് പറയുന്നത് 4 ആണ്. അപ്പോ മൊളാലിറ്റി എന്ന് പറയുന്നത് 4 ഡിവൈഡഡ് ബൈ 2.38. ഇതാണ് നമുക്ക് മൊളാലിറ്റി എന്ന് കിട്ടി. അപ്പോ ഇതിന്റെ ആൻസർ എന്താണ്? 2.4 ഡിവൈഡഡ് ബൈ 2.38. ഇത് ഇസ് ഈക്വൽ ടു 1.68 ആണ്. ഇനി ഇതിപ്പോ നമുക്ക് എന്താ കിട്ടിയേക്കണേ? ഓക്കെ, ഇതിന് മുന്നേ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത് ഈ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസ് എ 1.68 എന്നുണ്ട്, ബി 3.36 എന്നുണ്ട്, സി 8.4 എന്നുണ്ട്, ഡി 0.84 എന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് മൊളാലിറ്റി 1.68 എന്ന് കിട്ടുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ടെൻഡൻസി ഈ ഓപ്ഷൻ കുത്താനായിരിക്കും. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന മൊളാലിറ്റി അല്ല, നമ്പർ ഓഫ് മോൾസ് ആണ്. ഓക്കെ, നമുക്ക് മൊളാലിറ്റി കിട്ടിയിട്ടുള്ളൂ. മൊളാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ
കിലോഗ്രാം ആണ്. അപ്പൊ മാസ് ഓഫ് സോൾവെന്റ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ 500 ഗ്രാം ഇൻ കിലോഗ്രാം ആക്കുമ്പോൾ ഇവിടെ ഒരു 1000 വരും. അപ്പൊ മൊളാലിറ്റി നമുക്ക് എന്തെന്ന് കിട്ടി? 1.68 എന്ന് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു n into 2 അല്ലേ? അപ്പോ n is equal to 1.68 divided by 2. അതിന്റെ ആൻസർ എന്താണ്? ഇതാണ്. എന്താ? 0.84. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഇത് ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയാം. എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര മോൾസ് ഓഫ് സൂക്രോസ് ഡിസോൾവ് ചെയ്താലാണ് നമ്മുടെ ബോയിലിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് 104 ഡിഗ്രി സെൽഷ്യസ് വരുന്നത്. അപ്പൊ നമ്മൾ അത് ജസ്റ്റ് ഇക്വേഷൻസ് എഴുതി നോക്കുക. നമുക്ക് എന്താ വേണ്ടത്, ഏത് ഫോമിലാന്ന് വെച്ചാൽ അങ്ങനെ ആക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ മൊളാലിറ്റി നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ മൊളാലിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇനി ഇതിൽ മോർ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഞാൻ PDF ആയിട്ട് വല്ലതും അയക്കാം. പിന്നെ ഓക്കെ, അപ്പൊ നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇതിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് മെയിൻ. അപ്പൊ നമ്മൾ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പറഞ്ഞു, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസും കണ്ടു. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ അയോണിക് ഇക്വിലിബ്രിയം. അതിൽ തന്നെയാണ് നമ്മൾ pH റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പോണേ.